എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. എന്നും വീഡിയോ ഇടണമെന്ന് കരുതി വീഡിയോയൊക്കെ ഞാൻ എടുത്തു വെക്കും. ചിലപ്പം ഫോൺ പണിമുടക്കും, അല്ലെങ്കിൽ മനസ്സ് പണിമുടക്കും. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റാത്ത ചില അവസ്ഥകളായിരിക്കും ചിലപ്പം. എന്നും കറക്റ്റായിട്ട് ഇടണമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഇനി കരുതുന്ന ജൂൺ 1 മുതൽ കറക്റ്റായിട്ട് വീഡിയോ ഇടണം എന്ന് കരുതിയിട്ട് വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നല്ല മഴയൊക്കെയാണ്. മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരൊക്കെ താമസിച്ചാണ് ഉറക്കം എണീക്കുന്നത്. അതുകൊണ്ട് ഞാനും താമസിച്ചാണ് എണീക്കുന്നത്. പിന്നെ രാവിലെ എണീറ്റ ഉടനെ ഞാൻ ചായയ്ക്കുള്ള പാലങ്ങ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന്മാർ എണീക്കുമ്പോൾ അവർക്കും പാൽ കൊടുക്കാം. പിന്നെ നമുക്ക് ചായ ഇടാമെന്നൊക്കെ കരുതി പാലൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ഞാൻ കുറച്ച് ചോറ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എടുത്തപ്പോഴത്തേക്ക് അത് കേടായിപ്പോയി. അപ്പോൾ നമ്മൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ചെവയും സ്മെല്ലൊക്കെ ഉള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ കറിയൊക്കെ വെക്കുന്നതും തലേന്ന് ചോറ് ബാക്കി വരുന്നത് വെള്ളം ഒഴിച്ചിട്ടാലും ഒക്കെ അങ്ങ് നശിച്ച് പോകണം. ഇനി അതിൻ്റെയാണോ ഒന്നുകൂടെ ചൂടാക്കി വെക്കാത്തതിൻ്റെ ആണോന്ന് അറിയത്തില്ല. രാവിലെ ആയപ്പോഴത്തേനും ചോറങ്ങ് പന്നലായി. പിന്നെ ഞാൻ അതെല്ലാം കൂടെ കൊണ്ട് കളയാൻ വേണ്ടി എടുത്തൊരു പാത്രത്തിൽ ഇട്ടിട്ട് പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വെക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്കിവിടെ നല്ല മഴയാണ്. നമ്മുടെ മരമൊക്കെ പുഴുത് ലൈൻ്റെ മണ്ടയിലൊക്കെ വീണ് അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ 2 ദിവസം കറണ്ട് ഇല്ലായിരുന്നു. എല്ലാ ജില്ലയിലും നല്ല മഴയാണെന്നറിയാം. നമുക്ക് അതുപോലെ തന്നെ നല്ല മഴയാണ്. രാവിലെ നല്ല മഴക്കോള് വരുന്നുണ്ട് കേട്ടോ. മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ചിക്കു രാവിലെ ഉറക്കം എണീച്ചിട്ട് അവൻ ഭയങ്കര കരച്ചിലായിരിക്കും. അതിനുശേഷം പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ 10-11 മണി കഴിയുമ്പോൾ ഉറക്കം എണീക്കുക. അതുകൊണ്ട് ഞാനും കിടന്ന് ഉറങ്ങും. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇത്തിരി നേരം കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഇനി രാവിലെ മോനെ വിടേണ്ട തിരക്കുകളൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ പാത്രമൊക്കെ കുറച്ച് കഴുകി വെച്ചതിന് ശേഷം ഞാൻ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെള്ളം പിടിച്ച് 2-3 ദിവസത്തേക്ക് അങ്ങ് വെച്ചേക്കും. അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലും ചെവയൊക്കെ അങ്ങ് പോയി കിട്ടും. അതാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലുള്ളത് ചോറൊക്കെ വെക്കുമ്പോഴത്തേനും ഭയങ്കര ചെവയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കാൻ എടുക്കുന്നത്. അങ്ങനെ കുറേ പാത്രങ്ങളിൽ തീർന്ന വെള്ളമെല്ലാം ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനുള്ള പാലൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ച് എൻ്റെ കൂടെ എനിക്ക് മോനുള്ള ചായയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ചോറ് വെക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ച് അപ്പോഴത്തേക്ക് നല്ല മഴക്കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴക്കോളൊന്ന് നമ്മുടെ കുറേ വാഴയൊക്കെ പോയി മഴയത്ത്. പിന്നെ മഴക്കോള് വന്നതിന് ശേഷം നല്ല മഴയൊക്കെ പെയ്ത് അപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരാരും ഉറക്കം എണീറ്റിട്ടില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുറച്ച് കോവയ്ക്ക വെച്ചിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടി. അപ്പോൾ കുറേ നാളായി എൻ്റെ വീഡിയോ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും കാണാറൊന്നുമില്ല കേട്ടോ അധികം. അപ്പോൾ ഇനി മുതൽ കറക്റ്റായിട്ട് വീഡിയോ ഇടണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണണം കേട്ടോ എല്ലാവരും. പിന്നെ ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിരുന്നൊന്ന് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട്. അപ്പോൾ നമുക്കിവിടെ നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ താഴെ റബ്ബർ വിളയിൽ ഒരുപാട് വിറകൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോനോടെ പോയി കുറേ വിറകൊക്കെ പറക്കിക്കൊണ്ട് വന്നു. നമ്മളിവിടെ എല്ലാം അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ വിറക് ഒരുപാട് വേണം. അപ്പം ഞാൻ വിറകൊക്കെ നനഞ്ഞതായാലും ചോറൊക്കെ വെക്കുന്നതിൻ്റെ അടുപ്പിൻ്റെ തിട്ടിൽ ചൂടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പറക്കി വെച്ച് ഉണക്കിയാണ് ഉപയോഗിക്കുന്നത്. മഴയ്ക്ക് മുന്നേ വിറകൊക്കെ ഒന്ന് ഇറക്കണമെന്ന് കരുതിയിട്ട് നടന്നില്ല. പെട്ടെന്ന് മഴയൊക്കെ ആയില്ലേ, അതുകൊണ്ട് തന്നെ വിറക് വാങ്ങിപ്പോൾ നടന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്ത് പോയി നുള്ളി പറക്കിക്കൊണ്ട് വന്ന് തീയരിപ്പേ നടക്കത്തുള്ളൂ. അങ്ങനെ കുറേ വിറകൊക്കെ പറക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ എടുത്ത് അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ച് ചൂടാക്കി തീയരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ച് രസം വെച്ച് പിന്നെ ഇത്തിരി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ചെടുത്ത് നമ്മളും വറുത്ത് പിള്ളേർക്കും ഒക്കെ വേവിച്ച് ചോറെല്ലാം കൊടുത്തതിന് ശേഷം ഞാനും മോനും കൂടെ എൻ്റെ കൂട്ടുകാരി അച്ചുവിൻ്റെ വീട്ടിൽ, അച്ചു എന്ന് പറയുന്നത് ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ്. അപ്പോൾ അവരിവിടുന്ന് മാറിപ്പോയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ട് നടന്നു പോകാൻ. അപ്പോൾ അവർ താമസിക്കുന്ന വീട്ടിൽ വലിയൊരു മാവ് നിൽപ്പുണ്ട്. അതിൽ ഒരുപാട് മാങ്ങ നിൽക്കുന്നു, കുറേയൊക്കെ പഴുത്ത് പൊഴിഞ്ഞു പോകണം. അപ്പം അങ്ങനെ മാങ്ങ പറിച്ചെടുക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ പോയി മാങ്ങ പിച്ചി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മാങ്ങയുണ്ട്, പക്ഷേ കൂടുതലും പെട്ടെന്ന് അതിനകത്ത് പുഴു കയറുന്നു. അങ്ങനെ കുറച്ച് പിച്ചി വെച്ച് നോക്കാമെന്ന് കരുതി. കുറേ പഴുപ്പിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പഴുപ്പിച്ചെടുക്കാമല്ലോ. അപ്പം മഴയ്ക്ക് മുന്നേ നമ്മളിതൊക്കെ പിച്ചി ഉണക്കി വെക്കേണ്ടതായിരുന്നു. അവരാരും അത് അധികം അതിൻ്റെ ഓണറൊന്നും പിച്ചാൻ വരത്തില്ല. അവരോട് ചോദിച്ചപ്പോഴത്തേനും നമ്മൾ പിച്ചി എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഉണക്കത്ത് വെയിലുള്ള സമയത്ത് കുറച്ചൊക്കെ ഉണക്കി വെക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ അത് നടന്നില്ല. ഇന്നിപ്പം ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഇത്തിരി തോർച്ചയുണ്ട്. അങ്ങനെ ഞങ്ങൾ
കുറച്ച് മാങ്ങ പിച്ചി പഴുപ്പിക്കാൻ വെക്കാമെന്നും പറഞ്ഞ് ഞാനും മോനും കൂടെ പോയാണ് കേട്ടോ. അപ്പോൾ അച്ചും ചാക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ കുറേശ്ശെ മാങ്ങ, കുറേശ്ശെയല്ല ഒരുപാട് മാങ്ങ നിൽപ്പുണ്ട്. തോട്ടം കൊണ്ടൊന്ന് ഒരു കൊമ്പിൽ പിടിച്ച് കുലുക്കി ഇടുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ മാങ്ങ തറയിൽ വീഴുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനും അച്ചും കൂടെ കുറേശ്ശെ ഒരു കൊലയിൽ തന്നെ അത് കുലുക്കുമ്പോഴത്തേന് എല്ലാം കൂടി ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാങ്ങ കിട്ടിയായിരുന്നു, ഒരു 2 ചാക്കോളം മാങ്ങ കിട്ടി. പക്ഷേ കുറേയൊക്കെ നമ്മൾ അത് കണ്ടിച്ച് നോക്കിയപ്പോഴത്തേനും മൊത്തവും പുഴുവായിരുന്നു കേട്ടോ. അപ്പം അങ്ങോട്ട് വിളഞ്ഞ് വരുമ്പോഴത്തേക്കും അതിനകത്ത് പുഴു കയറുന്നുണ്ട്. എന്തായാലും വീട്ടിൽ കൊണ്ട് ചെന്ന് കുറച്ച് പഴുപ്പിക്കാൻ വെക്കാമെന്ന് കരുതി പിച്ചി എടുക്കുകയാണേ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. എന്നും വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ എൻ്റെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർ പോലും എൻ്റെ ഇടയ്ക്കിടുന്ന വീഡിയോസ് പോലും കാണുന്നില്ല കേട്ടോ. നമുക്ക് വീഡിയോ എന്നും ഇടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോയിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അയൽക്കാരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് കുറച്ച് ദിവസമായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് നമുക്കറിയത്തില്ല. അതൊരു നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടവും ഒരു സമാധാനക്കേടാണ് കേട്ടോ. നമ്മളൊരു ശല്യത്തിന് പോകാതെ നമ്മളെ എപ്പോഴും ചീത്ത പറയും, ഉപദ്രവിക്കുകയും നമ്മുടെ മതിൽ പൊളിക്കാൻ ഒരുങ്ങുകയും ചാടി വരാൻ ഒരുങ്ങുകയൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്, ടെൻഷനാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എന്തോ ഇനി മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒതുങ്ങിയിരിക്കുന്നത്. ഇനി എന്നാ തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഫോണിൽ വീഡിയോ എടുത്ത് വയ്ക്കും. പക്ഷേ അതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യവും ടെൻഷനും വിഷമവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെറിയതാണെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളായാലും വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ കരുതിയിരിക്കുകയാണ്. മാക്സിമം ഞാൻ ശ്രമിക്കും വീഡിയോ ഇടാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ മാങ്ങ ചാക്കിലും സഞ്ചിയിലും ഒക്കെ ആയിട്ട് കുറേ മാങ്ങയൊക്കെ പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ അച്ചുവിനും കൊടുത്തിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് മാങ്ങയൊക്കെ കുറേ പൊട്ടാത്തത് പറക്കി ഒരു ചാക്കിനകത്താക്കി കുറച്ച് പാലത്തോലൊക്കെ പിച്ചി വെച്ച് പഴുപ്പിക്കാൻ വെക്കാമെന്ന് കരുതി. അതിന് കുറച്ച് അച്ചാറിടാനും കരുതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.